മമ്മൂക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ദുൽഖറിനും അറിയാം. ദുൽഖർ എന്നോട് പറയാറുണ്ട്, എൻ്റെ ഉപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങളെ എന്ന് പറയും. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിലെ ഏറ്റവും മിടുക്കനാണ് ദുൽഖർ. ഏറ്റവും ശരിക്കും മമ്മൂക്കയുടെ മകൻ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്നൊരു താരമാണ് ദുൽഖർ. കാരണം ഈ സത്യനന്ദിക്കാടിന്റെ സെറ്റിൽ നിന്ന് അടുത്തത് വരുന്നത് അൻവർ റഷീദിന്റെ സെറ്റിലാണ്, ഉസ്താദ് ഹോട്ടൽ അസുവായിട്ട്. ഈ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിന്റെ സംവിധായകരാണ്. അതില് മേക്കിങ്ങിലും നല്ല വ്യത്യാസം നമുക്ക് തോന്നും. ആസ് എൻ ആക്ടർ ഈ ഒരു മാറ്റം, ഒരു സെറ്റിൽ നിന്നുള്ള അടുത്ത സെറ്റിലേക്കുള്ള മാറ്റം രണ്ട് സംവിധായകരുടെ കൂടെയുള്ള. അല്ല, അൻവർ റഷീദ് എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടിനൊക്കെ വളരെ ചെറുപ്പമാണ്. അദ്ദേഹം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. എനിക്കതിൽ വളരെ സന്തോഷം തോന്നിയത് അതിൻ്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് കുറേ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അഞ്ജലി മേനോനെ സഹായിക്കാൻ സാധിച്ചു. കാരണം അതൊരു കോഴിക്കോടൻ സ്ക്രിപ്റ്റാക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പം ഞാനും കൂടെ ഇരുന്നിട്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ കോഴിക്കോട് വൽക്കരിച്ചത്. അങ്ങനെയാണ് എനിക്ക് അതിനകത്ത് കഥാപാത്രവും വരുന്നത്. അപ്പോൾ അൻവർ റഷീദ് അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കും. അദ്ദേഹം പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു കോളേജിൽ, ഞാനും ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ അഭിനയിക്കാനുള്ള മോഹം തന്നു. സംവിധായകനാണെന്ന മോഹമായിട്ടാണ് അദ്ദേഹം പിന്നെ ഇറങ്ങിയത്. ആ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് ആ സിനിമ ഞാൻ കോഴിക്കോട് രാധാ തിയേറ്ററിൽ നിന്ന് കണ്ടത് ഇന്നും ഞാൻ മറക്കില്ല. കാരണം ഇത്രയും ജനങ്ങൾ ആസ്വദിച്ചൊരു സിനിമ, കോഴിക്കോടിൻ്റെ പൾസർ എന്നൊരു സിനിമയാണ്. അതിലെ പാട്ടുകളായാലും തമാശകളായാലും അതിൽ അവസാനം കൊടുക്കുന്ന സന്ദേശമായാലും. ഈ സിനിമ കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നപ്പം കോഴിക്കോട്ടുകാരെ എന്നെ താഴ്ത്തി വെച്ചിട്ടില്ല. പറയുമ്പോൾ ഞാൻ അതിനകത്ത് വളരെ ചെറിയൊരു ക്യാരക്ടറേ ചെയ്തിട്ടുള്ളൂ. സിനിമയിലുണ്ട്, ആ ഹോട്ടലിലൊരു എംപ്ലോയി ആയിട്ട് ഞാൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ എടുത്ത് നടക്കരുന്നവർ പുറത്തു വരെ. എൻ്റെ വൈഫിനൊക്കെ എന്നെ മിസ്സായി പോയി. അത്രയും ഞാൻ സന്തോഷിച്ചായിരുന്നു. കാരണം എത്ര ദിവസം ആ സിനിമ തിയേറ്ററിൽ ഓടി എന്നുള്ളതാണ്. ഫുൾ ഷോ ആയിട്ട് തന്നെ ഓടി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചാലും അഞ്ജലി മേനോനായിട്ടും ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. അൻവർ റഷീദായിട്ടും നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിൻ്റെയൊക്കെ പുറമെ ഈ ഹോട്ടലിലെ എംപ്ലോയി ആകുമ്പോൾ തന്നെ ആ സിനിമയിലെ മൊത്തം സത്തയുള്ളത് ഈ ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൽ നിങ്ങളെ ഇത്രയും ആളുകളിലൂടെയാണ് ആ സിനിമയുടെ വൈകാരികത പോകുന്നത്. ആ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പോൾ തിലകൻ ചേട്ടനാണെങ്കിലും മാമുക്കോയ ആണെങ്കിലും ഇവരൊക്കെ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പം അവരുടെ കൂടെ ഉള്ള ആ മൊമെന്റ്സിന് ഇപ്പം എങ്ങനെയാണ് ഓർത്തെടുക്കുക? സത്യം, തിലകൻ സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ശരിക്കും ഒരു 20 ദിവസം ഞങ്ങൾ ആ ഹോട്ടലിൽ ഉണ്ടായി. ഈ 20 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ഇടവേളകളാണ്. ഇടവേളകളിൽ ഞങ്ങൾ തിലകൻ സാറിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയിരിക്കുക. തിലകൻ സാറും മാമുക്കയും ഉണ്ടാവും. അപ്പം ബാക്കി ഞങ്ങളൊക്കെ പുതുമുഖങ്ങളാണ്. ദുൽഖർ അടക്കം എല്ലാവരും വന്നിരിക്കും. അപ്പോൾ തിലകൻ സാറിൻ്റെ പഴയ കഥകളൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറീസൊക്കെ പറയും. അദ്ദേഹം സിനിമയിലെത്തിയ വഴി, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ തരുത്തിരിക്കും. അപ്പോഴാണ് ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ എല്ലാവരും പോകും, അഭിനയിക്കും, വീണ്ടും വരും സാറിൻ്റെ അടുത്ത്. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ അതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മാമുക്കോയ കുറേ കോഴിക്കോട്ടിലെ അനുഭവങ്ങൾ പറയും. തിലകൻ സാറിൻ്റെ നാട്ടിലെ കുറേ അനുഭവം. ഞങ്ങളൊക്കെ ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു ആവേശമായിരുന്നു ശരിക്കും സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയും കുറേ നല്ല എക്സ്പീരിയൻസ്. കാരണം തിലകൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു അഭിനയത്തിൻ്റെ ഒരു കുലപതിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒരു 20 ദിവസം ആ സിനിമയിൽ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഈ ദുൽഖറിന്റെ കൂടെ തന്നെ വീണ്ടും പട്ടം പോലെ ഒരു തമാശ സീനില് ബസ്സിൽ വരുന്ന ഒരു സീനിലുണ്ടായിരുന്നു. അപ്പം വീണ്ടും ദുൽഖറിന്റെ കൂടെയുള്ള 2 സിനിമകൾ അടുപ്പിച്ചു വന്നു. ആ ഒരു കോമ്പിനേഷൻ ഒന്നിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്. ദുൽഖർ പറയുമ്പോൾ മമ്മൂക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ദുൽഖറിനും അറിയാം. ദുൽഖർ എന്നോട് പറയാറുണ്ട്, എൻ്റെ ഉപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങളെ എന്ന് പറയും. അത് ഉസ്താദ് ഹോട്ടലിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പട്ടം പോലെ അഭിനയിക്കാൻ വന്നപ്പോഴും ദുൽഖർ ഭയങ്കര ഹാപ്പിയായി, നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. അതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു സീനാണെങ്കിൽ പോലും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു പട്ടം പോലെ എന്നുള്ള സീന്. നല്ല സൗഹൃദമാണ്. നല്ല ഇപ്പോൾ ശരിക്കും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിലെ ഏറ്റവും മിടുക്കനാണ് ദുൽഖർ. ഏറ്റവും ശരിക്കും മമ്മൂക്കയുടെ മകൻ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്നൊരു താരമാണ് ദുൽഖർ. കാരണം പങ്ക്ച്വാലിറ്റി, സമയം പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തുക. പിന്നെ അദ്ദേഹത്തെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഒരു പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോഴത്തെ യുവതാരങ്ങളിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ് അദ്ദേഹം.